നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടി ഹണി റോസിനെതിരെ വീണ്ടും വിമർശനവുമായി രാഹുൽ ഈശ്വർ. ഹണി റോസ് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിന് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഒരു മറുപടി നൽകിയിരുന്നു. ആ മറുപടിക്ക് അദ്ദേഹം പ്രതികരണം നൽകിയിരിക്കുകയാണ്. പൊതുവേദിയിലേക്ക് പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ മാന്യത ഉണ്ടാകണമെന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. ഹണി റോസിന്റെ വിമർശനത്തെ ബഹുമാനത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഹണി റോസിനെ ഒരുപാട് ബഹുമാനിക്കുന്ന വ്യക്തിയാണ് താൻ. അമ്പലത്തിലും പള്ളികളിലും ഡ്രസ് കോഡ് ഉണ്ട്, അത് മറക്കരുത് എന്നാണ് ഹണി റോസിനോട് അപേക്ഷിച്ചത്. സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള ആളുകളുണ്ട്. പൊതുവേദിയിലേക്ക് പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ മാന്യത ഉണ്ടായിരിക്കണം. സാരി ഉടുത്തത് കൊണ്ട് ആർഷഭാരത സംസ്കാരമാണെന്നോ സംസ്കാരത്തിന്റെ അളവുകോലാണെന്നോ പറയാൻ കഴിയില്ല എന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ അതിരൂക്ഷമായ വിമർശനമായിരുന്നു ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ ഉന്നയിച്ചത്. ഹണി റോസിന്റെ വസ്ത്രധാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ഒരു വട്ടം പോലും ചിന്തിക്കാത്ത മലയാളിയെങ്കിലും കേരളത്തിലുണ്ടോ എന്ന ചോദ്യമാണ് രാഹുൽ ഈശ്വർ ചോദിച്ചത്. ബോച്ചയുടെ വാക്കുകൾ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുന്നത് പോലെ ഹണി റോസിന്റെ വസ്ത്രധാരണം സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങൾക്കെല്ലാം മറുപടിയുമായി ഹണി റോസ് രംഗത്ത് വന്നിരുന്നു. രാഹുലിന് ഭാഷയിലുള്ള നിയന്ത്രണം സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ലെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നായിരുന്നു ഹണി റോസ് മറുപടി നൽകിയത്. എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ മുന്നിൽ വരേണ്ടി വന്നാൽ താൻ അക്കാര്യം ശ്രദ്ധിക്കാമെന്നും പരിഹാസ രൂപത്തിലായിരുന്നു ഹണി റോസ് മറുപടി നൽകിയത്. ഹണിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ്. ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ടു ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും. ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ്. സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും. പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി. കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നത് എന്ന് അറിയില്ലല്ലോ. ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം എന്നായിരുന്നു ഹണി റോസ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. എന്തായാലും അതിനുള്ള ഒരു മറുപടിയായിരുന്നു രാഹുൽ ഈശ്വർ ഇന്ന് നൽകിയത്. അമ്പലങ്ങളിലും പള്ളികളിലും ഡ്രസ് കോഡ് ഉണ്ട് എന്ന ഒരു മറുപടിയാണ് രാഹുൽ ഈശ്വർ നൽകിയിരിക്കുന്നത്. രൂക്ഷമായ വിമർശനമായിരുന്നു ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ ഉന്നയിച്ചത്. ഹണി റോസിന്റെ വസ്ത്രധാരണം മോശമാണെന്ന് പറയാത്ത ആരെങ്കിലും ഉണ്ടോ എന്നും ആൺനോട്ടങ്ങളെ കച്ചവടവൽക്കരിച്ച ശേഷം താൻ അത് അറിഞ്ഞില്ലെന്നും തനിക്ക് തിരിച്ചറിവില്ലെന്നും പറയുന്നതിൽ അർത്ഥമില്ല എന്നുമായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. ഒരു സ്ത്രീയോടും ഒരു രീതിയിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല. പക്ഷേ അഭിനേത്രി തന്നെയായ ഫറാ ഷിബില പറഞ്ഞ അഭിപ്രായവും ഈ കേരളീയ സമൂഹം ചർച്ച ചെയ്യണം. ആൺനോട്ടങ്ങളെയും മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഇവിടുത്തെ പല ആളുകളും ചൂഷണം ചെയ്യുന്നുണ്ട്. അതിന് മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം അത്തരത്തിൽ നോട്ടങ്ങൾ വന്നുവെന്ന് പറഞ്ഞ് വീരവാദം പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് സ്ത്രീയായ ഫറാ ഷിബില തന്നെ നിലപാട് ഉയർത്തുമ്പോൾ അതും കൂടി ചേർത്ത് വായിക്കണം എന്നതടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.